ഏറ്റവും പ്രധാന ഇനം ICECയുടെ UAE ചാപ്റ്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് നിർവഹിക്കുന്നത് ICECയുടെ അഭിമാനമായ ചെയർമാൻ. അദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിക്കും എന്നതാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹം നല്ലൊരു എഞ്ചിനീയറാണ്, നല്ല യൂട്യൂബറാണ്, നല്ല സംഗീതജ്ഞനാണ്, നല്ല അധ്യാപകനാണ്, നല്ല സംരംഭകനാണ്, നല്ല സംഘാടകനാണ്. അങ്ങനെ എല്ലാ രംഗത്തും പ്രഗത്ഭനായ വെർസറ്റൈൽ ജീനിയസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ചെയർമാൻ. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തെ സുഹൃത്തായി കിട്ടിയതിൽ ഞാനും അഭിമാനിക്കുന്നു. I welcome our respected chairman, Engineer Sajan Jose. Please come to the stage. He is chairman ICEC Kerala region, PhD scholar, structural engineer, a real civil engineering team coordinator, and a talented professor. The energetic chairman is at the stage. Respected our Chief Guest Professor Hanif Al-Ahmad sir, Kerala region convener engineer Divya Divagar, State PRO engineer Ashraf Ali sir, then പുതിയ UAE ഫോറത്തിൻ്റെ കോർഡിനേറ്റേഴ്സ് എഞ്ചിനീയർ നവാസ് സാർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എഞ്ചിനീയർ മനോജ് സാർ, then all ICEC executives and members and engineers from UAE, a very good evening to all. എന്താണ് ഇൻ്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ? അത് ഇതിനോടകം തന്നെ നമ്മുടെ എഞ്ചിനീയർ ദിവ്യ ദിവാകർ മാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ PRO സ്റ്റേറ്റ് PRO അഷ്റഫ് അലി സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല, പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം, അത് പറയണം തോന്നി. അവിടെ നിന്ന് തുടങ്ങുകയാണ്. എൻ്റെ കർത്തവ്യം ഇനോഗ്രേഷനാണ്, അതിലേക്ക് ഞാൻ കടക്കും. ഒത്തിരി പ്രൊഫഷണൽ ബോഡീസ് റിഗാർഡിങ് ദീസ് എഞ്ചിനീയറിംഗ് മേഖലകളിലുണ്ട് അല്ലേ? ഐ തിങ്ക് നിങ്ങളും അതിൽ പാർട്ടാണ്. പല അസോസിയേഷനിലും നിങ്ങൾ പാർട്ട് തന്നെയാണ്. ദെൻ ഇതിൽ നിന്ന് എന്താണ് ICEC ഇൻ്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ വ്യത്യസ്തമാകുന്നത് എന്നുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ വ്യത്യാസം നമ്മുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്റ്റേജുകൾ തന്നെയാണ്. നിങ്ങൾ കണ്ടു കാണും, ഒരാളെയും നമ്മൾ പ്രത്യേകം ഗസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സീറ്റ് കൊടുത്തതല്ലാതെ നമ്മൾ പ്രത്യേകിച്ചൊരു പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. സ്റ്റേജിൽ ആരും ഇരിക്കേണ്ട. അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, 2 വർഷം മാത്രമേ കാലാവധിയുള്ള ഓരോ എക്സിക്യൂട്ടീവ്സിനും. അത് കഴിഞ്ഞാൽ ദേ ആർ നോർമൽ മെമ്പേഴ്സ്. അതായത് ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് സ്റ്റേജിലേക്ക് വരാനും അതുപോലെ തന്നെ ICECയുടെ ഔദ്യോഗിക പദവികൾ എടുക്കുവാനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് റൊട്ടേഷൻ വൈസ് എല്ലാവർക്കും എത്തിച്ചേരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വർഷങ്ങളോളം ഇരുന്ന് ഒരാളുടെ കയ്യിൽ ICEC ആ ഒരു ഉദ്ദേശം ഇതിനില്ല. ഇതാണ് രണ്ടാമത്തെ നമ്മുടെ കൺസെപ്റ്റ്. ഈ 2 ഉദ്ദേശമാണ് ഈ ICECനെ 2021 തുടങ്ങിയ ഇൻ്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിലിനെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചതും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിലിന് 2 മോട്ടീവ്സ് ആണുള്ളത്. നമ്മുടെ PRO ഓൾറെഡി അത് ഇനീഷ്യൽ ചെയ്ത് കഴിഞ്ഞു. എന്തായിരുന്നു 2 മോട്ടിവേഷൻ? നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു ICECയുടെ? ദ ഫസ്റ്റ് വൺ, ഗെയിനിങ് നോളജ്. ഞാനിന്ന് മോർണിംഗ് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു ന്യൂസ് കണ്ടു. ഞാൻ ന്യൂസിൻ്റെ പേപ്പർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അറിയോ? റോബോട്ടുകൾ ഇനി കൺസ്ട്രക്ഷൻ ചെയ്യും. ഞാൻ ആ പേപ്പർ കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഞാനത് എടുക്കാൻ വിട്ടുപോയി, അവിടെ ഇരിക്കുന്നുണ്ട്. റോബോട്ടുകൾ അല്ലേ സാർ? ഞാനത് പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, റോബോട്ടുകൾ ഇനി കൺസ്ട്രക്ഷൻ നടത്തുമെന്നാണ് അതിൽ കണ്ടത്. ഞാനത് കണ്ടപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അഹങ്കാരത്തോടെ നമ്മൾ AI നമ്മൾ പുച്ഛിക്കാറുണ്ട്. നമ്മൾ സിവിൽ എഞ്ചിനീയർ മേഖലയിലാണ് ഏറ്റവും അവസാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരിക എന്നുള്ളൊരു അഹങ്കാരം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അഹങ്കാരം വികസനത്തിൻ്റെ ഏറ്റവും
വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കാണുന്ന UAE അത് മാറ്റാൻ പോവാണ്. റോബോട്ടുകൾ ഇനി മുതൽ കൺസ്ട്രക്ഷൻ നടത്തും എന്നുള്ളതാണ്. റോബോട്ടിക് കമ്പനികൾ ഇനി നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖലയിൽ കൈവയ്ക്കാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് ഞാനതിൽ കണ്ടു. അത് സന്തോഷിക്കുകയാണോ വേണ്ടത് അതോ ദുഃഖിക്കുകയാണോ വേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്കതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് അല്ലേ? ആണ്. ഞാൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇൻഡസ്ട്രി തന്നെ പറയണം, എഡ്യൂക്കേഷൻ അല്ലേ? എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ടെക്നോളജി ഒക്കെ വളർന്നപ്പോൾ അത് നമുക്ക് ഗുണോ ദോഷമാണോ ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡൊക്കെ കൂടി കാര്യങ്ങൾക്ക് ഒത്തിരി വേഗത വന്നു. പക്ഷേ നമ്മുടെ നമ്പർ ഓഫ് വേക്കൻസീസ് അത് കുറയുകയാണ് അല്ലേ? ഈ ഒരു ത്രെട്ട് ഏറ്റവും അവസാനം സിവിലിലേക്ക് വരുന്ന പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇന്നത്തെ ന്യൂസ് നമ്മൾ കണ്ടത്. ഇനി തുടങ്ങാൻ പോവാണ്. ആരെങ്കിലും കോഹും അപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കോഹും അപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ? ഐ തിങ്ക് 2 ആളുകൾ 3 ആളുകൾ. ഓക്കെ, ഫൈൻ. ഇനി എലിവേഷൻ വരയ്ക്കാനൊന്നും നമ്മൾ 3D വരയ്ക്കുന്ന ആളുകളെ പിന്നാലും നടക്കണ്ട. AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അല്ലെ, യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഞാനത് നമ്മുടെ യൂട്യൂബ് ചാനൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ അവരൊക്കെ ഒത്തിരി ഡെവലപ്ഡ് ആണ്. സമയം കളയാനില്ല. ഓൺലി 5 to 10 മിനിറ്റ്സിനുള്ളിൽ എൻറ്റയർ പ്രോജക്റ്റിന്റെ 3D അത് വ്യത്യസ്ത ഓപ്ഷൻസ് നമുക്ക് ക്ലയൻസിന് കൊടുക്കാൻ നമ്മുടെ മുന്നിലേക്ക് തരുന്നു. ആ ലോകത്തിലെ AI കോഹോമിനെ പറ്റി ഐ തിങ്ക് ആരോ ആർക്കിടെക്റ്റ് ഉണ്ടോ അവിടെ? ആർക്കിടെക്റ്റ് ഉണ്ട്. സാറും ആർക്കിടെക്റ്റും എഞ്ചിനീയർ ആണ്. ഓക്കെ, ആർക്കിടെക്ചർ മാത്രമുള്ള ആളുകളുണ്ടോ? ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇത്രയും വേഗത്തിൽ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ ഇനി ആർക്കും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ICC ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നോളജ് അപ്ഡേഷൻ ആണ് ആൻഡ് ഷെയറിംഗ് നോളജ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡി. പഠിക്കണമെങ്കിൽ പഠിപ്പിക്കുക എന്ന് ഉദ്ദേശിച്ചത് ഷെയറിംഗ് ആണ്. എല്ലാവരും പരസ്പരം അറിയാവുന്ന ഷെയർ ചെയ്യുക. അത് നമ്മുടെ ഒരിക്കലും നോളജ് കുറയ്ക്കത്തില്ല, അത് സ്ട്രെങ്തൻ ചെയ്ത് നമ്മളെ ബോൾഡ് ആക്കുകയുള്ളൂ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്തുകൊണ്ട് സാറ് നേരത്തെ പറഞ്ഞു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിൽ നിന്ന് വരുമാനം കിട്ടാറൊന്നുമല്ല. വരുമാനം ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സിവിലിയൻസ് ഒക്കെ കൂടി ഇരിക്കുന്നുണ്ട്, അവർക്ക് ചോദിച്ചറിയാം. വരുമാനമൊക്കെ ഉണ്ട് യൂട്യൂബിൽ നിന്ന്. പക്ഷെ അതല്ല ഉദ്ദേശം. ഇതൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് എത്തിക്കണം എന്ന് വിചാരിച്ചു തുടങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മുടെ ICCയുടെ ഫസ്റ്റ് മോട്ടോ മനസ്സിൽ വയ്ക്കുക എന്തായിരുന്നു? നോളജ് ഗെയിൻ. ദ സെക്കൻഡ് തിങ് ഈസ് ഓൾറെഡി അഷ്റഫ് സാർ പറഞ്ഞു, അത് ഹയർ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക. സീ ദീസ്, ഈ 2 ഉദ്ദേശവും ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിലിനെ വളർത്താനല്ല. ഈ 2 ഉദ്ദേശവും ആരെ വളർത്താനാ? സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്തരം സെൽഫ് ഗ്രോത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന പ്രൊഫഷണൽ ബോഡി എന്നുള്ളൊരു വ്യത്യസ്തത കൊണ്ടാണ് ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ 4 വർഷത്തെ ബേബിനോട് വിളിച്ചു. ഈ ബേബി ഇന്ന് കേരളം വിട്ട് നമ്മൾ UAE മണ്ണിൽ നിൽക്കുന്നത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. 22ഓളം എഞ്ചിനീയേഴ്സ് കേരളത്തിൽ നിന്ന് സെൽഫ് കയ്യിൽ നിന്ന് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അവരൊന്നും ദുബായ് കറങ്ങാത്തവരൊന്നുമല്ല. അവർ വന്നിരിക്കുന്നത് നമ്മുടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്. അത്രത്തോളം അവരതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇത് UAEയിലുള്ള മെമ്പേഴ്സിന് ഒരു ബാധ്യത തന്നെയാണ് ഞങ്ങൾ ഈ വന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്കും കോർഡിനേറ്റേഴ്സിനും ഉണ്ടാവണം. ഇന്നിവിടെ തുടങ്ങി വയ്ക്കുന്ന ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിലിന്റെ UAE ഫോറത്തിൽ ഒത്തിരി പ്രതീക്ഷകൾ ഞങ്ങൾ അവിടെ അർപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നുള്ള 1-2 മെമ്പേഴ്സിന് ഓൾറെഡി ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ ഒരു ജോബ് കൊടുക്കാൻ പറ്റി. ഏറെ സന്തോഷത്തോടെ പറയാണ്. ഇവിടെയുള്ള പല ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ അബ്ദുൽ അസീസ് മുഹമ്മദ് സാറിനെ പറ്റിയിട്ട് നേരത്തെ പറയേണ്ടായി. സിവിൽ എഞ്ചിനീയർ അല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ മെമ്പർഷിപ്പ് കൊടുത്തതിനെ. പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസറാണ് ഷാർജ ഇന്ത്യൻ സ്കൂളിലെ. 3 ദിവസം അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഹാള് ബുക്ക് ചെയ്തും പുള്ളിയൊക്കെ തന്നെ അല്ലേ അഷ്റഫ് സാർ മുന്നേ വന്ന് അവരൊക്കെ അറേഞ്ച് ചെയ്തു. ഒത്തിരി സപ്പോർട്ട് നമുക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഷാർജ, അതുപോലെ തന്നെ അബുദാബി, അതുപോലെ തന്നെ ദുബായ് ബേസ് ചെയ്ത് അജ്മാൻ ബേസ് ചെയ്തിട്ടൊക്കെ ഒത്തിരി ആളുകളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു തുടക്കമാണ്. നമുക്കത് ഉയർത്തണം, വളരണം. ആദരണീയനായ നമ്മുടെ ആരായിരുന്നു ഇനോഗ്രേറ്റ് ചെയ്തത്? ആരായിരുന്നു ICCനെ ഇനോഗ്രേറ്റ് ചെയ്തത്? എഞ്ചിനീയർ ശ്രീധരൻ സാർ. അറിയാത്ത ആളുകളില്ല. നമ്മുടെ മലയാളികളുടെ അഭിമാനമായ എഞ്ചിനീയർ ശ്രീധരൻ സാറ് തുടങ്ങി വെച്ച ഈ ഒരു പ്രൊഫഷണൽ ബോഡി അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ UAEയിലെത്തി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. 2023 ഞാൻ ICCയിൽ ജോയിൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ UAE ഫോറം ഇനോഗ്രേറ്റ് ചെയ്യാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ
നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക നമ്മളെക്കാളും കഴിവുകളുള്ള ആളുകളോട് ഉണ്ടോന്ന്. എസ് എ സ്റ്റേറ്റ് ചെയർമാൻ ഞാൻ തപ്പുന്നത് എന്നേക്കാളും കഴിവുകളുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് കൊടുക്കണം, എത്തിക്കണം, എന്നാൽ ഇത് വളരുള്ളൂ. 2025 ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഫോർമർ ചെയർമാൻ ഷിനോജ് സാറ് അദ്ദേഹം പറയണ മതി, എനിക്ക് ചെയർമാൻ സ്ഥാനം മതി, ഞാൻ ഒഴിയാണ്. അദ്ദേഹം തല്ലൂടി പോകുന്നല്ലോ കേട്ടോ. അദ്ദേഹം ആ സ്ഥാനം അടുത്ത ആൾക്ക് കൊടുക്കുക. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു, അടുത്ത ആൾക്ക് തന്നു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക, അടുത്ത ആളിലേക്ക് കൊടുക്കുക. ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഒത്തിരി കമ്പനികൾ എനിക്ക് ഗ്രീറ്റിംഗ്സ് വരെ അയച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ICCയുടെ വലിപ്പം എന്താണെന്ന്. അത് ഫോർമർ ചെയർമാനും ടീം തന്ന ആ ഒരു പ്രവർത്തനത്തിന്റെ മികവ് തന്നെയാണ്. ആ ഒരു മികവിന് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ലോഞ്ചിങ് ചെന്നൈയിലാണ്. അതിവേഗം നമ്മൾ ചെന്നൈ ചാപ്റ്റർ ലോഞ്ച് ചെയ്യുന്നു. ഡൽഹി, മുംബൈ അവിടെയൊക്കെ നമ്മൾ ചാപ്റ്റർ ലോഞ്ചിനുള്ള പ്ലാനിങ് നടക്കുന്നു. കേരളത്തിൽ 9 ചാപ്റ്ററുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, UAE നമ്മൾ ഒരു കൂട്ടായ്മ ഫോം ചെയ്തു പോകുന്നു, ഒരിക്കലും ചാപ്റ്റർ അല്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊക്കെ കേരളത്തിലെ ഏതെങ്കിലും ജില്ലകളിൽ ചാപ്റ്ററുകളിൽ മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാം, നിങ്ങൾക്ക് ഇവിടെ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ നടത്താം, അതുപോലെ തന്നെ നോളജ് ഷെയർ ചെയ്യാം, ഓൺലൈൻ മീഡിയയിലൂടെ ഞങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത്തരം എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒത്തിരി പ്രതീക്ഷയോടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സ് ഇവിടെ വന്നിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് കൊളാബറേഷനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരുന്നു എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയൊക്കെയാണ്. അത്തരത്തിലൊക്കെ നമുക്കിതിനെ മെർജ് ചെയ്യാം. എങ്ങനെയാണോ ഒരു എഞ്ചിനീയേഴ്സിനെ ഏതൊക്കെ തരത്തിലാണോ നമുക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നത്, അതൊക്കെ നമ്മളോട് ചിന്തിക്കണം. ഓക്കെ, ഇതാണ് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ 2 ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരിക്കലും ഇതിലെ രാഷ്ട്രീയമോ പൊളിറ്റിക്കൽ സൈഡോ ഫിലിം അല്ലെങ്കിൽ മറ്റ് എന്റർടൈൻമെന്റ് സൈഡൊന്നുമില്ല. പ്യുവർലി നമ്മളെ ഈ പറഞ്ഞ 2 ഉദ്ദേശം അല്ലാത്ത ഒരു ഉദ്ദേശത്തോടെ ഒരു പ്രോഗ്രാമും നിങ്ങൾ കണ്ടക്ട് ചെയ്യരുത്. അത് ഒരു റിക്വസ്റ്റ് ആണ്. കാരണം അത്തരത്തിലെ ഒരുപാട് പ്രൊഫഷണൽ ബോഡീസും അസോസിയേഷൻസും നിലവിലുണ്ട്. അതിലൊക്കെ നിങ്ങൾക്കും പ്രവർത്തിക്കാം. ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ ഉള്ളതുകൊണ്ട് മറ്റൊരു പ്രസ്ഥാനത്തിൽ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. എല്ലാം അതിൻ്റെതായ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോട്ടെ. ഭാരവാഹിത്വം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പ്രസ്ഥാനത്തിൽ മാത്രം നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള ഭാരവാഹിത്വം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് സ്റ്റുഡൻസ് ചാപ്റ്ററുകളുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ ഇനി ഡീറ്റെയിൽ ആക്കുന്നില്ല, കാരണം നമുക്ക് റഹീസ് സാർ ഇവിടെയുണ്ട്, നമ്മുടെ ഫോർമർ കൺവീനർ. അദ്ദേഹം ഇനി ഇതിന്റെ പ്രവർത്തന രീതിയെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറയും. അപ്പോൾ ഞാനത് അതിലേക്ക് ഇനി കടക്കുന്നില്ല, കാരണം ആ സെഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ വരേണ്ടത്. അദ്ദേഹം അക്കമ്പനി ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, സോ I would like to express my sincere gratitude towards the organizing committee. ഒത്തിരി പേര് അധ്വാനുണ്ട്. ചെയർമാൻ എന്നുള്ളത് കൊണ്ട് ഞാനല്ല ഇതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചുള്ളത് കേട്ടോ. ഒരു നാണക്കേടില്ല പറയാനായിട്ട്. കാരണം ഇതിൽ എന്നേക്കാളും കൂടുതൽ അധ്വാനിച്ച ആളുകളാണ് ഈ മുന്നിലിരിക്കുന്നത്. പ്രത്യേകിച്ച് അശോക് സാറ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ അസോസിയേഷൻ ഇല്ലാത്ത ഒരാൾ ഇരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി കാർ ഓടിച്ച് നടക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്ലെസ്സിങ്സ് ഉള്ളൊരു അസോസിയേഷനും കൂടിയാണ് കേട്ടോ. ഒക്കെ വന്നു ചേരുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ. കാരണം പോസിറ്റീവായിട്ടുള്ള തോട്ട്സും അതുപോലെ തന്നെ പോസിറ്റീവായ ഐഡിയാസും മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്തു. അല്ലേ 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 അങ്ങനെയല്ലേ? നമ്മളൊക്കെ എങ്ങനെ ഒരു പ്രൊഫഷണൽ ബോഡി ആവണം എന്ന് ആഗ്രഹിച്ചോ ആ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട്, ആ ഉദ്ദേശം മാത്രമേ നടക്കുള്ളൂ, ആ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ സിസ്റ്റം ഉണ്ടാക്കിയുള്ളത്. ഇതിന്റെ ബൈലോസ് ഒക്കെ വളരെ കൃത്യതയോടെ നമ്മുടെ ഫൗണ്ടർ മെമ്പേഴ്സ് 13ഓളം ഫൗണ്ടർ മെമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തതാണ്. അതൊരു തരത്തിലും വയലേറ്റ് ചെയ്യപ്പെടുകയില്ല. അത്തരത്തിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് ഒത്തിരി സ്പോൺസേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് സിവിലിയൻസ് മറ്റൊരു സ്പോൺസർ ഉണ്ട്. ഞാൻ പറയാണ്, ഒത്തിരി പ്രതീക്ഷകൾ അവരും അർപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെയൊക്കെ പരസ്പരം കാണും, പരസ്പരം സഹകരിക്കാം. ഓക്കെ, അവർക്കൊക്കെ ഓരോ ഉദ്ദേശങ്ങളുണ്ട്. അവർ നിങ്ങളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യും. അപ്പൊ അവരായിട്ട് സഹകരിക്കാൻ മാക്സിമം നോക്കുക. എൻ്റെ കർത്തവ്യത്തേക്ക് കിടക്കുകയാണ്. സോ ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുകയാണല്ലേ, അത് മറന്നിട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് വിത്ത് ഗ്രേറ്റ് പ്രൈഡ് ഐ ഡിക്ലെയർ ദ ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ UAE ഫോറം ഈസ് ഒഫീഷ്യലി ലോഞ്ച്ഡ്. ഇതിനുള്ള ഭാഗ്യം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള എല്ലാ ആളുകളെയും ഞാൻ ഓർക്കുകയാണ്. ഇത് എല്ലാവർക്കും ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളിൽ ഒരാൾ ഇതിൻ്റെ മുന്നിൽ ഇതേ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ വന്നു നിൽക്കും. വന്നു നിൽക്കാനുള്ള എല്ലാ അവസരവും തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് ഈ കാര്യം നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. സോ എല്ലാവിധ ഭാവങ്ങളും നമ്മൾ നമ്മുടെ ICC ഫോറത്തിന് നേരുന്നു. താങ്ക് യു ടു ഓൾ ആൻഡ് വിഷസ്
ടു ICEC UAE ഫോറം, പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് കോർഡിനേറ്റേഴ്സ് നവാസ് സാർ ആൻഡ് മനോജ് സാർ. എനിക്ക് തോന്നുന്നു ICEC ഞാൻ സാറിന് ഇവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ബട്ട് ഐ തിങ്ക് ദീസ് ആർ ടു പീപ്പിൾസ് ആർ റൈറ്റ് പേഴ്സൺസ്. കൃത്യമായ കൈകളിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ICECനെ കത്തിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള എല്ലാ ആളുകൾക്കും കൺഫ്യൂഷൻസും ഇല്ലാതെ നിങ്ങൾ ഒത്തുനിൽക്കുക, കൂടിച്ചേരുക. ഇതുപോലെ തന്നെ നമ്മുടെ കമ്മിങ് പ്രോഗ്രാമായ സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ എന്ന് നമ്മൾ അവിടെ കേരളത്തിൽ കൊച്ചിയിൽ വെച്ച് ഒത്തുകൂടുന്നുണ്ട്. പറ്റുമെങ്കിൽ കമ്മിറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തിരിച്ചങ്ങോട്ട് ഫ്ലൈറ്റ് പിടിച്ച് അവിടേക്ക് വരിക. അവിടെ നമുക്ക് എഞ്ചിനീയേഴ്സ് ഡേ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. സോ താങ്ക് യു, താങ്ക്സ് ടു ഓൾ, താങ്ക് യു, ബൈ.